BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ശബരിമല കർമ്മസമിതിയുടെ നാമജപ ധർണ സെക്രട്ടേറിയറ്റ് മുന്നിൽ സംഘടിപ്പിച്ചു. പ്രതിഷേധം VHP അന്താരാഷ്ട്ര അധ്യക്ഷൻ അലോക് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രങ്ങൾ കളവും മോഷണവും നടത്താനുള്ള ഇടമല്ലെന്നും അലോക് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. With determination, give us back our temples. You shall not run our temples. The temples would be run by the Hindu society, and they would become the center of rejuvenating the Hindu cause. The Hindu society will not allow the temple lands to be appropriated or misused or lost. The Hindu society will ensure that all the monies that come to the coffers of a temple is dedicated to the temple, is used only for Hindu cause and for nothing else. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്പോൺസറിന് പിന്നിൽ സർക്കാർ എന്ന വിമർശനവുമായി ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ടീച്ചറും രംഗത്തെത്തി. CBI അന്വേഷിച്ചാലേ സത്യം പുറത്തു വരികയുള്ളൂ. ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്തവരാണ് നാട് ഭരിക്കുന്നത്. ദേവസ്വം ബോർഡ് പൊളിച്ചെഴുതണമെന്നും ശശികല ടീച്ചർ നാമജപ പ്രതിഷേധ പരിപാടിയിൽ പറഞ്ഞു. ഇതിന് അതിശക്തമായ സർക്കാരിൻ്റെ പിന്തുണയുണ്ട്, അതിശക്തമായ രാഷ്ട്രീയ പിന്തുണയും ഇതിനുണ്ട്. ഇപ്പോൾ ജയിലഴികൾക്കുള്ളിൽ നമ്മൾ ചിന്തിക്കൂ, CPM-ന്റെ അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച MLA ആണോ ഒന്നകത്ത് കിടക്കുന്നത്? അവർ തന്നെ തിരഞ്ഞെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. CPM 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, അരുവാചുരിക നക്ഷത്രത്തിൽ മത്സരിച്ച് കൊല്ലം ജില്ലയിൽ പഞ്ചായത്ത് പ്രസിഡന്റാക്കി തിരഞ്ഞെടുത്ത് പിന്നീട് ദേവസ്വം പ്രസിഡന്റായി അവർ തന്നെ വട്ടിയെടുത്ത വ്യക്തിത്വങ്ങളാണ്. അത്തരം നമുക്ക് CPM-ന്റെ സംഘടനാ സംവിധാനത്തെ അറിയാം. അത്തരം വ്യക്തികൾക്ക് രാഷ്ട്രീയ പിൻബലമില്ലാതെ, സർക്കാരിൻ്റെ പിൻബലമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെയാണ് പറയണത്, കേരള ഗവൺമെന്റിന് നേതൃത്വമുള്ള, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്വമുള്ള ഒരന്വേഷണം കൊണ്ടും ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരില്ല എന്നുള്ളത്. M5 ന്യൂസ്, തിരുവനന്തപുരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.